ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് തുടങ്ങിയിട്ടുള്ളത്. അതിൽ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. പിന്നെ മെയിൻ ടേംസ് യൂസ്ഡ് ഇൻ ഫോർവേഡ് കോൺട്രാക്റ്റ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് കോൺട്രാക്റ്റ് ആൻഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് ലാസ്റ്റ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ്. The first advantage is it is used to hedge the risk in future. നമ്മൾ നല്ല പറഞ്ഞു, ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് പ്രൈസിന് രണ്ട് പാർട്ടീസ് തമ്മിൽ ഫ്യൂച്ചറിൽ അണ്ടർലൈയിങ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് കോൺട്രാക്റ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രൈസ് ഒരു കാരണവശാലും അറ്റ് ദി ടൈം ഓഫ് ഡെലിവറിങ് ദ അണ്ടർലൈയിങ് അസറ്റ് നീഡ് നോട്ട് ബി ചേഞ്ച്ഡ്. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൈസ് എന്താണോ ആ പ്രൈസ് ആയിരിക്കണം കൺസേൺഡ് ബയർ സെല്ലർക്ക് കൊടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റിസ്കിൻ്റെ പോസിബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ ഇനീഷ്യൽ മൂവ്മെൻറ്റ് ഈസ് റിക്വയേർഡ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇപ്പോൾ 10,000 രൂപയ്ക്ക് നമ്മൾ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് എയും ബിയും കൂടെ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10,000 രൂപയിൽ ഒരു നിശ്ചിത എമൗണ്ട് ആദ്യം കൊടുത്തിട്ടല്ല കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൺലി അറ്റ് ദി പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ദ ഹോൾ എമൗണ്ട് ഈസ് ടു ബി പെയ്ഡ്. മുൻകൂറായിട്ട് എമൗണ്ട് കൊടുക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഇല്ല. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് it is a private contract which can be negotiated at the desire of the buyer and seller. മ്യൂച്വലി അറിയാവുന്ന രണ്ടാൾക്കാർ തമ്മിലാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അണ്ടർലൈയിങ് അസറ്റിൻ്റെ പ്രൈസ് എന്തായിരിക്കണം എന്നുള്ളത് ആ രണ്ട് പാർട്ടീസിന് ഡിസൈഡ് ചെയ്യാം. അതിൽ എന്ത് നെഗോഷിയേഷൻസ് വേണമെങ്കിലും വരുത്താനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ രണ്ട് കൺസേൺഡ് പാർട്ടീസിനുണ്ട്. അതാണ് അടുത്ത അഡ്വാൻറ്റേജ്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ. അതായത് ആൾക്കാരുടെ തഞ്ചത്തിനും തരത്തിനും അനുസരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതേപോലെ തന്നെ എമൗണ്ട് ഒക്കെ ഫിക്സ് ചെയ്യാവുന്ന, ടൈം ഓഫ് മെച്യൂരിറ്റി ഒക്കെ അതാത് ആൾക്കാരുടെ ഡിസിഷൻസിനനുസരിച്ചാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള കോൺട്രാക്റ്റുകളേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിളാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. ഇനി ഇമ്പോർട്ടൻ്റ് ഡിസഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ദി ഫോർവേഡ് കോൺട്രാക്റ്റ്. ഒന്നാമത്തത് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇല്ലിക്വിഡിറ്റി ഓഫ് ദി സെക്യൂരിറ്റീസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ്. ലിക്വിഡിറ്റി, ഒരു സെക്യൂരിറ്റിയുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഒക്കെ ആകുമ്പോൾ അത് എക്സ്ചേഞ്ചിൽ കൂടി സെയിൽസ് നടത്തുന്ന കേസിലാണ് അതിനെ ഇപ്പോഴും ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അറിയാവുന്ന ആളുകൾ തമ്മിൽ എഗ്രി ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ലാക്സ് ലിക്വിഡിറ്റി. നമ്മൾ പറഞ്ഞു 20,000 രൂപയ്ക്ക് ഒരു സാധനം വിൽപ്പന നടത്താമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കൂടി കഴിഞ്ഞാലും പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാലും ആ 20,000 രൂപയ്ക്ക് മാത്രമേ കോൺട്രാക്റ്റ് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ലാക്സ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് തീരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാത്ത ടൈപ്പിലുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫോർവേഡ് കോൺട്രാക്റ്റിനെ കൺസിഡർ ചെയ്യേണ്ടുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ട്രേഡിംഗ്. നമ്മൾ പറഞ്ഞു എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ആയിട്ടല്ല, ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആയിട്ട് പരസ്പരം അറിയാവുന്ന രണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ആവുമ്പോൾ മാത്രമേ അത് സെൻട്രലൈസ്ഡ് ആണെന്ന് പറയാൻ കഴിയുള്ളൂ. ഇത് എവിടെയെങ്കിലും നടക്കുന്ന ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഫിക്സ് ചെയ്യുന്നതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതായതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ സെൻട്രലൈസ്ഡ് ട്രേഡിംഗ്.
And the third one is counterparty or default risk is there in case of the forward contract. അതായത് ഒരാൾ എന്തെങ്കിലും കാരണവശാൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന കാര്യത്തിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ the other party is responsible to pay compensation because it is not a standardized contract. സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണെങ്കിലാണ് സാധാരണ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കൂടി ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, ഒരു കാരണവശാലും സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് അല്ല എന്നുള്ളത് അതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആണ്. അപ്പോൾ ഹ്യൂജ് കൗണ്ടർ പാർട്ടി റിസ്ക് അല്ലെങ്കിൽ ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഡിഫിക്കൽറ്റി ഇൻ ട്രാൻസാക്ഷൻ. ദാറ്റ് ഈസ് to undertake a particular transaction, there will be the parties who are in need of that particular underlying asset. ഇപ്പം എൻ്റെ കയ്യിൽ 5 ചാക്ക് അരി വിൽപ്പന നടത്താനായിട്ടുണ്ടെങ്കിൽ ആ 5 ചാക്ക് അരി വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളെ ഞാൻ കണ്ടെത്തി കഴിയുമ്പോൾ മാത്രമേ എനിക്കൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറിച്ച് എക്സ്ചേഞ്ചിലാണെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഏത് സെക്യൂരിറ്റീസ് വേണമെങ്കിൽ ഏത് സമയത്തും വാങ്ങിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും വിൽപ്പന നടത്താം. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ കേസ് ഓഫ് ദി ഫോർവേഡ് കോൺട്രാക്ട്. ഇപ്പോൾ ഒരാളുടെ കൈവശം എന്തെങ്കിലും ഒരു അണ്ടർലൈയിങ് അസറ്റ് വിൽപ്പന നടത്താനായിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിന് അത് വാങ്ങിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരാളെ കിട്ടുമ്പോൾ മാത്രമേ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ന്യൂനതയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദർ ഈസ് നോ ഓഫ് സെറ്റിംഗ് ഓർ സ്ക്വയറിംഗ് ഇൻ ദി കോൺട്രാക്ട്. സ്ക്വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സെറ്റിംഗ്, SQUARRING എന്ന് പറഞ്ഞാൽ സ്ക്വയറിംഗ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ഓഫ് സെറ്റിംഗ്. നമ്മൾ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത് 20,000 രൂപയുടെ, ഇന്നലെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ TV സെറ്റ് 20,000 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് എയും ബിയും കൂടി കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 18,000 രൂപയുള്ളൂ, അതിന് ആ TV സെറ്റ് തരണമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. എത്ര പൈസയാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് നീഡ് ടു ബി പെയ്ഡ് because it is agreed by both the parties at the time of creating the contract. അതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് പേ ഓഫ് ഫ്രം ഫോർവേഡ് കോൺട്രാക്ട്സ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാനിവിടെ ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാണുന്നുണ്ട്, ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോർവേഡ് കോൺട്രാക്റ്റിൽ പേ ഓഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പേ ഓഫ് മീൻസ് ദ പ്രോഫിറ്റ് or loss likely to accrue to a market participant with the change in the price of the underlying asset. Pay off എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ്, ഒരു അണ്ടർലൈയിങ് അസറ്റ് വിൽപ്പന നടത്തുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ലാഭം അതല്ലെങ്കിൽ ഒരു നഷ്ടം എന്താണോ ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം ദ പേ ഓഫ്. നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് ഒക്കെ കൺസിഡർ ചെയ്യുന്നത് പോലെയുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഈ ഡയഗ്രാം നോക്കിക്കോളൂ, ഇതിൽ പേ ഓഫ് ഫ്രം ലോങ് പീരിയഡ്, പേ ഓഫ് ഫ്രം ഷോർട്ട് പീരിയഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് പ്രൈസ് അറ്റ് ദ എക്സ്പയറി ഡേറ്റ്, അതാണ് ഈ ST എന്ന് പറയുന്നത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ഇന്നലെ ഫോർവേഡ് കോൺട്രാക്ട് പഠിച്ചു. ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ 2 സൈഡ് വെച്ചിട്ട് നോക്കിക്കോളൂ, അതാണ് അത് ചാർട്ട് രൂപത്തിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്. പേ ഓഫ് ഫ്രം ലോങ് പീരിയഡ്, പേ ഓഫ് ഫ്രം ഷോർട്ട് പീരിയഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇന്നലെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ നോക്കിക്കോളൂ, 20,000 രൂപയ്ക്ക് TV സെറ്റ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞത് ഡിസംബർ 15-ാം തീയതി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ടുന്നത് ഡിസംബർ 30-ാം തീയതിയാണ്. അപ്പോൾ
ടി വി സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20,000 രൂപ ഉണ്ടായിരുന്നത് 22,000 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് വയ്ക്കും. പക്ഷേ ഈ കൺസേൺഡ് പാർട്ടി എത്രയേ കൊടുക്കേണ്ടുള്ളൂ? 20,000 രൂപ മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ 22,000 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 2,000 രൂപ എന്ന് പറയുന്നത് ഈ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്, അതേസമയത്ത് വാങ്ങിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. അപ്പോൾ പേ ഓഫ് ലോങ് പീരിയഡ് എന്ന് പറയുന്നത് ട്രേഡർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം, അതേസമയത്ത് പേ ഓഫ് ഷോർട്ട് പീരിയഡ് എന്ന് പറയുന്നത് ബയർക്ക് ഉണ്ടായിട്ടുള്ള ലാഭം. ഇനി തിരിച്ചു പോകാം. 18,000 രൂപയായിട്ട് ടി വിയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഈ വാങ്ങിക്കുന്ന ആൾ എന്ത് വേണം? 20,000 രൂപ കൊടുക്കണം. അപ്പോൾ 2,000 രൂപ എന്ന് പറയുന്നത് ട്രേഡർക്ക് ഉണ്ടാകുന്ന പേ ഓഫ് ഫ്രം ഷോർട്ട് പീരിയഡ് ആവും, ബയർക്ക് ഉണ്ടാകുന്നത് പേ ഓഫ് ഫ്രം ലോങ് പീരിയഡ് ആവും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതിലെ ലാഭം അതല്ലെങ്കിൽ നഷ്ടം എന്താണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതായിട്ടുള്ള ചാർട്ടാണ് നമ്മൾ ഈ പേ ഓഫ് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ബോർഡിൽ വരച്ചിട്ടുള്ളത്. അത് ഒന്നുമില്ല, ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ, പ്രൈസ് കൂടുതലാണ് വരുന്നത് എങ്കിൽ അത് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നഷ്ടം എന്ന് പറഞ്ഞാൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാവും, ബയറെ സംബന്ധിച്ചിടത്തോളം ലാഭവും. ഓപ്പോസിറ്റാണ് വരുന്നത് എങ്കിൽ ബയറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായിരിക്കും, സെല്ലറെ സംബന്ധിച്ചിടത്തോളം ലാഭമായിരിക്കും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചാർട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്. സാധാരണ നമ്മൾ ഫോർവേഡിൽ പറഞ്ഞതുപോലെയുള്ളതല്ല. ഫ്യൂച്ചർ എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഏകദേശം സെയിം തന്നെയാണ്, വെരി സിമിലർ ടു ഫോർവേഡ് കോൺട്രാക്ട് ഇൻ ഓൾ റെസ്പെക്ട് except the fact that it is completely standardized. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആണ്, അതേസമയത്ത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. കാരണം അത് എക്സ്ചേഞ്ചുകളിൽ കൂടി ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. അപ്പം വ്യത്യാസം അത്രയേ ഉള്ളൂ. ഫോർവേഡ് കോൺട്രാക്റ്റിൽ പ്രൈസ് എന്ന് പറയുന്നത് മുൻകൂറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയത്ത് ഫോർവേഡ് കോൺട്രാക്റ്റിലാണെങ്കിൽ അങ്ങനെയല്ല. ആ പർട്ടിക്കുലർ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന ഡേറ്റിന് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള പ്രൈസ് എന്താണോ ആ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് അനുസരിച്ച് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു. അതിൻ്റെ ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അടച്ചു. അതിൻ്റെ പ്രൈസ് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ദിവസം ആ സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്താണോ ആ പ്രൈസ് ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫ്യൂച്ചറിൽ എന്താണോ മാർക്കറ്റിൽ സംഭവിക്കുന്നത് അതിനനുസൃതമായിട്ട് നിലനിൽക്കുന്ന പ്രൈസിന് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഈസ് കോൾഡ് ഫോർവേഡ് കോൺട്രാക്ട്. ദ പ്രൈസ് ഫിക്സഡ് ടുഡേ ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. രണ്ടും ഭാവിയിലാണ് പെർഫോം ചെയ്യുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടാവും, അണ്ടർലൈയിങ് അസറ്റ് ഉണ്ടാവും. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് എക്സ്ചേഞ്ചിൽ കൂടിയാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ആണ്. അത് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ആ പർട്ടിക്കുലർ ഡേറ്റിന് എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്താണോ ആ പ്രൈസിനായിരിക്കും ആ പർട്ടിക്കുലർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് പ്രൊസീഡ് ചെയ്യുന്നത്. അതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് in case of the future contract, both parties are having the right and obligation to buy and sell a standard asset or security or currency on a specified future date at the price existing in that particular date. രണ്ടാൾക്കും റൈറ്റും ഉണ്ട് ഓബ്ലിഗേഷനും ഉണ്ട്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രൊസീഡ് ചെയ്യാനായിട്ട് both parties are having the right and both parties are having the obligation. That is why it is considering as a future contract and the price is called the future price. ഏത് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ്
ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ ആ പ്രൈസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റിന് നമ്മൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യാറില്ല. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ബൈ ദ ടേം ഫ്യൂച്ചേഴ്സ്. ഞാൻ പറഞ്ഞു അത് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചർ കോൺട്രാക്ട് ആൻഡ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് റിക്വയേഴ്സ് എ പർട്ടിക്കുലർ മാർജിൻ. ഇപ്പം നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി പേ ദ ആപ്ലിക്കേഷൻ മണി. അപ്പോൾ ടോട്ടൽ പ്രൈസിൻ്റെ ഒരു സ്പെസിഫൈഡ് പ്രൈസ് എന്ന് പറയുന്നത് ആദ്യം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർവേഡ് കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞു there is no need of initial payment, but in case of future contract the initial payment or the initial deposit is a necessity. നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പണം എത്രയാണോ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആദ്യം പേ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിഫോൾട്ട് റിസ്ക് ഈസ് അവോയ്ഡഡ് ഇൻ കേസ് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ബിറ്റ്വീൻ ദി പാർട്ടീസ്, ബട്ട് വൺസ് ഇറ്റ് ഈസ് ഫിക്സഡ് ഇറ്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് വിത്ത് എനി ഡിഫോൾട്ട് റിസ്ക്. എക്സ്ചേഞ്ചിൽ കൂടി അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസിൽ കൂടിയാണ് സാധാരണയായിട്ട് ഈ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കോൺട്രാക്റ്റുകൾ അണ്ടർടേക്ക് ചെയ്യുന്നത്. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നതിനെയാണ് കൗണ്ടർ പാർട്ടി അതല്ലെങ്കിൽ മിഡിൽ മാൻ ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ക്ലിയറിംഗ് ഹൗസ് ഈസ് കോമൺലി കോൾഡ് ആസ് ദ സെൻട്രൽ കൗണ്ടർ പാർട്ടി. ബയർക്കും സെല്ലർക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസുകൾ. അതുകൊണ്ടാണ് അതിന് സെൻട്രൽ കൗണ്ടർ പാർട്ടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ആവശ്യം വരുന്ന ഏത് വിധത്തിലുള്ള വസ്തുക്കൾ വേണമെങ്കിലും ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ കൂടി ട്രേഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീറ്റ്, ഷുഗർ, വൂൾ, അലൂമിനിയം, കോപ്പർ, ഫോറിൻ കറൻസി, സ്റ്റോക്ക് ഇൻഡീസസ്, ബോണ്ട് തുടങ്ങിയിട്ടുള്ള ഏത് വിധത്തിലുള്ള ഫിനാൻഷ്യൽ അസെറ്റ്സ് വേണമെങ്കിലും അണ്ടർലൈയിങ് അസെറ്റായിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. എന്നാൽ നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞതുപോലെ ദിസ് ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് ഓൾസോ ഹാവിങ് സം സ്പെഷ്യാലിറ്റീസ് ഓർ സം സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് ഫ്യൂച്ചേഴ്സ് ആർ ട്രേഡഡ് ഓൺ ദി ഫ്ലോർ ഓഫ് ആൻ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്തിരുന്നിട്ട് ട്രേഡ് ചെയ്യുന്ന ഫോർവേഡ് കോൺട്രാക്റ്റ് പോലെ അല്ല ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ഓൺ ദി ഫ്ലോർ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈയിങ് asset, the expiry date and where and how the delivery should be made. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി അണ്ടർലൈയിങ് അസെറ്റ്, ഏത് സ്ഥലത്ത് വെച്ച് ഏത് സമയത്ത് ഏത് ഡേറ്റിനാണ് ട്രാൻസാക്ഷൻസ് പ്രൊസീഡ് ചെയ്യേണ്ടുന്നത് എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതിനെയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. And the third is there is a clearing house for each future exchanges and the clearing house is acting as the intermediary between the buyer and the seller. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൗണ്ടർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറി എല്ലായ്പ്പോഴും ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഇൻ്റർമീഡിയറി ഈസ് കോൾഡ് ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ ആ ക്ലിയറിംഗ് ഹൗസ് ആണ് ബയർക്കും സെല്ലർക്കും ഇടയിലുള്ള അല്ലെങ്കിൽ ബയറേയും സെല്ലറേയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ആക്ട് ചെയ്യുന്നത് ക്ലിയറിംഗ് ഹൗസുകളാണ്. അതല്ല എങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. And the next is that in case of futures
ഡിഫോൾട്ട് റിസ്ക് ഈസ് എലിമിനേറ്റഡ്. നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പറഞ്ഞതുപോലെ പോലെയുള്ള ഒരു ഡിഫോൾട്ട് റിസ്ക് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് ഇല്ല. കാരണം ട്രാൻസാക്ഷൻസ് ആർ അണ്ടർടേക്കൺ ത്രൂ ദി ക്ലിയറിംഗ് ഹൗസസ്. പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ പെർഫോമൻസിന് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ക്ലിയറിംഗ് ഹൗസിൽ രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്യുമ്പോൾ അത്ര കണ്ട് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉള്ളപ്പോഴല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പ്രൊസീഡ് ചെയ്യാതെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളിൽ ഇല്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഇനി അടുത്ത പറയുന്നത് ദർ ഈസ് എ മാർജിൻ സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞു ഫോർവേഡ് കോൺട്രാക്റ്റിലാണെങ്കിൽ ദർ ഈസ് നോ നീഡ് ഓഫ് ഇനീഷ്യൽ പേയ്മെൻറ്റ്, ബട്ട് ഇൻ കേസ് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട് ദർ ഷുഡ് ബി എ മാർജിൻ സിസ്റ്റം ടു അവോയ്ഡ് ദ ഡിഫോൾട്ട് റിസ്ക് ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓർ ദി ക്ലിയറിംഗ് ഹൗസസ്. എന്താണ് ആ പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ കമ്പനി ഫിക്സ് ചെയ്തിട്ടുള്ള മാർജിൻ എങ്കിൽ ആ മാർജിൻ നമ്മൾ നിർബന്ധമായിട്ട് മുൻകൂറായിട്ട് അടച്ചിട്ടുണ്ടായിരിക്കണം. ഡിഫോൾട്ട് റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് പേയ്മെൻറ്റ് ഓഫ് ദ ഇനീഷ്യൽ മാർജിൻ. അത് ടോട്ടൽ എത്രയാണോ അതിൻ്റെ വില വരുന്നത് എങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആയിരിക്കും ഈ പറയുന്ന മാർജിൻ എമൗണ്ട് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അത് നിർബന്ധമായിട്ടും റെമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്ന ഡെലിവറി ഓഫ് ദി അസറ്റ് ഇൻ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് എസെൻഷ്യൽ ഓൺ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഓർ ദി കോൺട്രാക്ട് ഇൻ കേസ് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. അസറ്റ് ഡെലിവർ ചെയ്തോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മളൊരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് ആണ് വാങ്ങിക്കുന്നത് എങ്കിൽ ആ സെക്യൂരിറ്റി നമ്മളുടെ കയ്യിൽ തന്നാലല്ല നമുക്ക് ട്രാൻസാക്ഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പേപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ട് നമ്മൾ അടയ്ക്കാനുള്ള എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വി ബിക്കം ദ ഓണേഴ്സ് ഓഫ് ദ സച്ച് ആൻഡ് സച്ച് സെക്യൂരിറ്റീസ്. അപ്പോൾ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ് കോൺട്രാക്റ്റിലെ പോലെ എസെൻഷ്യൽ അല്ല എന്നുള്ളതും ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്ട്. ഒന്നാമത് പറഞ്ഞത് ദർ ഈസ് നോ കൗണ്ടർ പാർട്ടി റിസ്ക്. എക്സ്ചേഞ്ച് ട്രേഡഡ് ആയതുകൊണ്ടും മാർജിൻ എമൗണ്ട് ആദ്യം അടയ്ക്കുന്നത് കൊണ്ടും കൗണ്ടർ പാർട്ടി റിസ്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇല്ല. രണ്ടാമത് പറഞ്ഞ് ഫ്യൂച്ചേഴ്സ് ആർ മോർ ലിക്വിഡ് ആസ് കമ്പയർഡ് ടു ഫോർവേഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡ് ചെയ്യുന്നതായതുകൊണ്ട് ഫെമിലിയർ ആയിട്ട് അറിയപ്പെടുന്നതായതുകൊണ്ട് ഫോർവേഡ് കോൺട്രാക്റ്റിലേതുപോലെ അല്ല ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലിക്വിഡാണ്. ആൻഡ് തേർഡ്ലി ഫ്യൂച്ചേഴ്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്സ്. ഞാൻ പറഞ്ഞു ഫോർവേഡ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, അതേസമയത്ത് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഇനി നാലാമത് പറയുന്നത് ഇറ്റ് എനേബിൾസ് ദ പാർട്ടി ടു ട്രാൻസ്ഫർ ദ റിസ്ക് ടു അനദർ പാർട്ടി ഹു ഈസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദ റിസ്ക്. നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ നമുക്കുണ്ടാകുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ താല്പര്യമുള്ള വേറൊരാളിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതിനാണല്ലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വെച്ചിട്ടുള്ളത്. നമുക്ക് സെക്യൂരിറ്റീസ് ഏത് സമയത്ത് വേണമെങ്കിലും വാങ്ങിക്കാനും വിൽക്കാനും പോസിബിലിറ്റി ഉള്ള ഓരോ ഓർഗനൈസ്ഡ് പ്ലേസ് എന്ന് പറയുന്നതാണല്ലോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നതായതുകൊണ്ട് നമുക്കുള്ള റിസ്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ആസ് വെൽ ആസ് ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസസ്. ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. രണ്ട് പാർട്ടീസ് നേരിട്ട് അറിയാവുന്നവർ തമ്മിൽ ചെയ്യുന്നതായതുകൊണ്ട് അത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഇമ്പോസിബിൾ ആണ്. ബട്ട് ഫ്യൂച്ചേഴ്സ് ആർ അണ്ടർടേക്കിംഗ് ത്രൂ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ ഈസ് പോസിബിൾ. അടുത്ത മെറിറ്റ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് ഈസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചേഴ്സ് ഈസ് ലെസർ ആസ് കമ്പയർഡ് ടു ഫോർവേഡ് കോൺട്രാക്ട്. ഒരുപാട് ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്ന
സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കൂടിയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അതിന് വേണ്ടി വരുന്നതായിട്ടുള്ള പ്രോസസ്സിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കുറവാണ്. അതാണ് അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് ലൈക്ക് ഫോർവേഡ് കോൺട്രാക്ട് ഈസ് എ ലീഗൽ ഓബ്ലിഗേഷൻ ബട്ട് ദിസ് ലീഗൽ ഓബ്ലിഗേഷൻ ക്യാൻ സംടൈംസ് ബി എ പ്രോബ്ലം ടു ദ ട്രേഡർ. നേരത്തെ പറഞ്ഞ പോലെയല്ല, നമ്മൾ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനീഷ്യൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമുക്കൊരു ബാധ്യതയായിട്ടും വരും. കാരണം നമ്മളത് പ്രൊസീഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡീമെറിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഹാവ് സ്റ്റാൻഡർഡൈസ്ഡ് features with respect to the contract size, expiry date, etc. and that is why perfect hedging may be impossible. നമ്മൾ ഹെഡ്ജിങ്ങിനും സ്പെക്കുലേഷനും ഒക്കെ വേണ്ടിയിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ വരുന്നതിനനുസരിച്ച് വേരി ചെയ്യുന്നത് കൊണ്ട് ഹെഡ്ജിങ്ങിൽ കൂടി അല്ലെങ്കിൽ സ്പെക്കുലേഷനിൽ കൂടി കണ്ടമാനം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിമെറിറ്റ്. ആൻഡ് തേർഡ്, ദ ട്രേഡർ ഹു വിഷസ് to take a position in the futures market must pay the initial margin. അതാണ് നമ്മൾ പറഞ്ഞത്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വാലിഡ് ആവണമെങ്കിൽ ടോട്ടൽ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് നിർബന്ധമായിട്ട് മാർജിനായിട്ട് റെമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി ദ ട്രേഡർ സംടൈംസ് ഹാസ് ടു ഫോർജ് ഫേവറബിൾ പ്രൈസ് മൂവ്മെൻറ്റ്സ്. പ്രൈസ് കൂടെ കുറയുകയൊക്കെ ചെയ്യാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൊസീഡ് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫക്റ്റായിട്ട് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് പറയുന്നത്. അണ്ടർലൈയിങ് അസറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. കോൺട്രാക്ട് സൈസ് രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് കോൺട്രാക്ട് സൈസ് മീൻസ് ദ ട്രേഡിംഗ് യൂണിറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റ് ത്രൂ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ എത്ര മൂല്യത്തിനുള്ള ഒരു കോൺട്രാക്റ്റാണോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ദി അസറ്റ് ഈസ് കോൾഡ് ദ കോൺട്രാക്ട് സൈസ്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ 20,000 രൂപ വില വരുന്നതായിട്ടുള്ള ഓഹരികളാണ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ 20,000 രൂപ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കോൺട്രാക്ട് സൈസ് എന്നുള്ള ടേമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ സ്വർണ്ണമാണ് വാങ്ങണമെങ്കിൽ 1 ഗ്രാം സ്വർണം അല്ലെങ്കിൽ 1 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ദി കോൺട്രാക്റ്റ് സൈസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് പ്രൈസ് കൊട്ടേഷൻ. കൊട്ടേഷൻ ഈസ് ദ ബേസിസ് പ്രൈസ്. ഒരു നിശ്ചിത പ്രൈസ് ഉണ്ടാവും, പിന്നെ അതിൽ നിന്നാണ് വേരി ചെയ്യുന്നത്. കൊട്ടേഷൻ എന്നൊക്കെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. തല്ലിനും പൊടിക്കും കുത്തലിനും കൊലപാതകത്തിനുള്ള കൊട്ടേഷനല്ല പറയുന്നത്. പ്രൈസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഒരു പർട്ടിക്കുലർ പ്രൈസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ ലിറ്ററായിട്ട് മെഷർ ചെയ്യും. അതല്ലെങ്കിൽ പല പല യൂണിറ്റുകളായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏത് യൂണിറ്റ് അടിസ്ഥാനത്തിലാണോ മെഷർ ചെയ്യുന്നത് ദാറ്റ് യൂണിറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം കൊട്ടേഷൻ. ആൻഡ് നെക്സ്റ്റ് ഈസ് കോൾഡ് ടിക്ക് പ്രൈസ്. TICK ടിക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദ മിനിമം ചാർജ് ദാറ്റ് വിൽ ബി റെക്കഗ്നൈസ്ഡ് ഇൻ ദി പ്രൈസ് കൊട്ടേഷൻ. പ്രൈസ് കൊട്ടേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ അതിലൊരു മിനിമം പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ലേല കച്ചവടമൊക്കെ നടത്തുമ്പോൾ ഒരു മിനിമം പ്രൈസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, പിന്നെയുള്ളത് ഇൻക്രീസ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ആ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണോ ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം ദ ടിക്ക് പ്രൈസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് കോൾഡ് ദ പ്രൈസ് ലിമിറ്റ്. പ്രൈസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആ പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ ആ പർട്ടിക്കുലർ സെക്യൂരിറ്റിക്ക് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള വേരിയേഷൻ എത്രയാണോ പെർമിറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം ദ പ്രൈസ് ലിമിറ്റ്. ആൻഡ് തേർഡ് ഈസ് നെക്സ്റ്റ് ഈസ് കോൾഡ് പൊസിഷൻ ലിമിറ്റ്. പൊസിഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ
the limit upon the maximum number of contracts an individual client or a member broker may be hold. ഒരേ സമയത്ത് ഒരു ബ്രോക്കർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പർച്ചേസർക്ക് പരമാവധി വാങ്ങിക്കാനായിട്ട് സാധ്യതയുള്ള അണ്ടർലൈയിങ് അസറ്റ് എത്രയാണോ ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം ദ പൊസിഷൻ ലിമിറ്റ്. ഇപ്പോൾ കമ്പനികളുടെ സെക്യൂരിറ്റീസ് ഒക്കെയാണ് വിൽപ്പന നടത്തുന്നത് എങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു ഫേമിന് ഒരേ സമയത്ത് ആ കമ്പനിയിൽ നിന്ന് എത്ര സെക്യൂരിറ്റീസ് വാങ്ങിക്കാം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു നിശ്ചിതമായിട്ടുള്ള ലിമിറ്റ് പ്രോസ്പെക്ടസിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് പൊസിഷൻ ലിമിറ്റ്. ഇന്നലെ സ്പോട്ട് പ്രൈസ് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ മാർക്കറ്റിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള പ്രൈസ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് എന്നാണ് മെച്യൂർഡ് ആകുന്നത് എങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ്. ബേസിസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസ് മൈനസ് ദ സ്പോട്ട് പ്രൈസ്. ബേസിസ് പ്രൈസ് എന്ന് പറയുന്നത് അതാണ്. ഫ്യൂച്ചർ പ്രൈസ് മൈനസ് ദ സ്പോട്ട് പ്രൈസ് ഈസ് കോൾഡ് ദ ബേസിസ് പ്രൈസ്. ആൻഡ് നെക്സ്റ്റ് ടേം ഈസ് കോസ്റ്റ് ഓഫ് ക്യാരി. നമുക്കറിയാവുന്നതാണ്, നിങ്ങൾ കോസ്റ്റിംഗ് എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് പെയ്ഡ് ടു ദ ഫിനാൻസിയർ ലെസ് ദ ഇൻകം ഏൺഡ് ഓൺ ദി അസറ്റ്. അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത്. സ്റ്റോറേജ് കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റും ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ അതിൽ ഫിനാൻസിയർക്ക് എത്രയാണ് ആ അസറ്റ് പ്രകാരം പൈസ കൊടുക്കാനുള്ളത് എങ്കിൽ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ദ കോസ്റ്റ് ഓഫ് ക്യാരി. ആൻഡ് നെക്സ്റ്റ് ഈസ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഈസ് ദി നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഔട്ട്സ്റ്റാൻഡിങ്. എത്ര ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണ് ഔട്ട്സ്റ്റാൻഡ് ചെയ്യുന്നത്, അതായത് അൺസെറ്റിൽഡ് ആയിട്ട് എത്ര ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളാണോ നിലനിൽക്കുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇനി ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻസ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബയറും അല്ലെങ്കിൽ സെല്ലറും ഔട്ട്സ്റ്റാൻഡിങ് ഓർ അൺസെറ്റിലിംഗ് വേരിയസ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് ഈസ് കോൾഡ് ഓപ്പൺ പൊസിഷൻ. ഒരേ ബയറും സെല്ലറും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ ഏതൊക്കെ കോൺട്രാക്റ്റുകളാണ് സെറ്റിൽമെൻറ്റ് നടക്കാതെ നമ്മളൊരു സ്പെസിഫൈഡ് ഡേറ്റിന് കണക്കെടുക്കുന്ന സമയത്ത് റിമെയിൻ ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ കോൺട്രാക്റ്റ് ഈസ് കോൾഡ് ഓപ്പൺ കോൺട്രാക്ട്. ഇനി ബാക്കി നാളെ. ഓക്കെ, താങ്ക് യു.